ആ അമ്മ ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ആശ്രമത്തിലേക്ക് എത്തിയത്. ഏതാണ്ട് 50 വർഷം മനസ്സിൽ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് നടന്ന ഒരു അത്ഭുത കാര്യം ഇപ്പോൾ ആ അമ്മ വെളിപ്പെടുത്തുകയാണ്. ഇത് ഒരു ഭാഗവതമാണ്. ഭാഗവതമാണെന്ന് എൻ്റെ കൂട്ടുകാരും വിചാരിക്കരുത്, അങ്ങനെ കണക്കാക്കരുത്. ഒരു അത്ഭുതകരമായ അനുഭവം എനിക്ക് ഈ ഭാഗവതം തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സായാഹ്ന കാലത്ത് ഞാനിത് വെളിപ്പെടുത്തുന്നത്. ഞാൻ പടി ഇറങ്ങി കഴിഞ്ഞ് കുട്ടികളും ഡ്രൈവർ വണ്ടി വിടാറേ, അപ്പോഴേക്കും ഞാനത് കേൾക്കുവാണ്, എന്നെ കൂടി കൊണ്ടുപോകാമോ. ഇവിടെ ആരാ ഇപ്പം എന്നെ കൂടി കൊണ്ടുപോകാന്? ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, എന്താണിത്. വീണ്ടും ഞാൻ വീട്ടിനകത്തേക്ക് കയറി. ഞാൻ ആ അറയുടെ വാതുക്ക നിന്ന് ഇങ്ങനെ തപ്പുമ്പോഴേ ആരുപോലും ഇല്ലാത്ത പോലെ ഈ തവിട് കൂട്ടിയിടുന്ന സ്ഥലത്ത് കിടക്കുന്നു എൻ്റെ ഭഗവാൻ. താളുകളെല്ലാം പോയി. ആദ്യത്തെ താള് ഭാഗവതം. എൻ്റെ ജീവിതം മാറ്റിമറിഞ്ഞില്ലേ. എൻ്റെ ജീവിതം മാറ്റിമറിഞ്ഞ് എനിക്ക് ഭൂമി ഉണ്ടായി. ഈ വീട് ലക്ഷ്മിപ്രഭ എന്ന് പറഞ്ഞ വീടാണ് ഞാൻ വെക്കുന്നത്. അത് ഭാഗവത യജ്ഞം ചെയ്താണ് അതിനകത്ത് കയറുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നമ്മളുടെ ദാരിദ്ര്യ ദുഃഖങ്ങൾ തീരും. എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. KCBയുടെ ഉദ്യോഗസ്ഥയായ ഞാൻ, ഒരു വലിയ ജന്മിയുടെ കുഞ്ഞുമോളായ ഞാൻ ആ വീട് കൂട്ടി പോകുമ്പം എനിക്ക് ഒന്നുമേ ചിന്തയില്ല. എനിക്ക് സ്ഥലം അക്വയർ ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് 2-3 പ്ലോട്ട് കിട്ടി. നിങ്ങളും അതുപോലെ തന്നെ ഒരു മാതൃകയായി കണ്ട് ഇവിടെ എത്തിച്ചേരുക. അതിദിവ്യമായിരിക്കുന്ന ഈ ഒരു മഹാപുണ്യ പുരാണ ഗ്രന്ഥം, നമ്മുടെ ആ ഭഗവാൻ കുടികൊള്ളുന്ന ഗ്രന്ഥത്തെ ഒന്ന് ദർശിച്ചിട്ട് പോകുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാനത് ധൈര്യസമേതം പുറത്തെടുത്തിരിക്കുകയാണ്. പക്ഷെ എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ലെന്ന് വരും. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുള്ള ഒരമ്മയുണ്ട്. അതായത് ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര ആശ്രമം ചിങ്ങോലിലാണ്. അവിടുത്തെ ഒരു മഠാധിപതിയാണ് അമ്മ രമാദേവി അമ്മ എന്നാണ് ആ ഒരു അമ്മയുടെ പേര്. ഇപ്പം വീണ്ടും ഞാൻ അവിടേക്ക് ആ ഒരു ആശ്രമത്തിലേക്ക് പോവുകയാണ്. കാരണം ആ അമ്മ ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ആശ്രമത്തിലേക്ക് എത്തിയത്. ഏതാണ്ട് 50 വർഷം മനസ്സിൽ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് നടന്ന ഒരു അത്ഭുത കാര്യം ഇപ്പോൾ ആ അമ്മ വെളിപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭാഗവതമുണ്ടത്രേ ഈ അമ്മയുടെ കയ്യിൽ. വെറും ഭാഗവതമല്ല, ആ ഭാഗവതം ഭഗവാന്റെ ചൈതന്യം ഉള്ള ഒരു ഭാഗവതമാണ്. അത് സംസാരിച്ച ഭാഗവതമാണത്രേ. അതായത് ഭഗവാൻ സംസാരിച്ചു എന്ന് പറയപ്പെടുന്നു. ഇതൊരിക്കലും ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ചാനലല്ല. ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ആ അമ്മ നടത്തുന്നു എന്നറിഞ്ഞതുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. എന്തായാലും ഈ ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഈ ഒരു ഭാഗവതമാണത്രേ സകല ഐശ്വര്യവും ഈ അമ്മയ്ക്ക് നൽകിയത്. ജീവിതത്തിൻ്റെ സായാഹ്ന നിമിഷങ്ങളായതുകൊണ്ട് തന്നെ ആണത്രേ ഇത് ഭക്തജനങ്ങൾക്കായി ഈ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നത്രേ. തനിക്ക് കിട്ടിയ ഐശ്വര്യം ജനങ്ങൾ ഈ ആശ്രമത്തിലെത്തി ഈ ഒരു ഭാഗവതം കാണുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗവതം ദർശിക്കുന്നതിലൂടെ, അതിൽ തൊട്ട് നമസ്കരിക്കുന്നതിലൂടെ അവരുടെ ജീവിതവും ഐശ്വര്യമായി മാറട്ടെ എന്നാണ് ആ അമ്മ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ആ അമ്മ തന്നെ പറയട്ടെ. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ഈ പ്രാവശ്യം ഞാൻ ഈ ചാനലിലേക്ക് വരുന്നത് ഒരു വലിയ കാര്യം, ഒരു അത്ഭുത കാര്യം കൂടി ഒന്ന് വെളിപ്പെടുത്തിയേക്കാന്ന് കരുതിയിട്ടാണ്. ഏകദേശം ഇപ്പോൾ ഒരു 50 വർഷക്കാലം എന്ന് തന്നെ പറയാം. എൻ്റെ മനസ്സിൽ ഞാൻ ഒളിച്ചു വെച്ചുകൊണ്ട് നടന്ന ഒരു വലിയ കാര്യമാണ്. അതായത് ഈ എൻ്റെ ജീവിത സായാഹ്ന കാലത്ത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും ഒരു രഹസ്യമാണത്. അതാണ് ഇത് ഒരു ഭാഗവതമാണ്. ഭാഗവതമാണെന്ന് എൻ്റെ കൂട്ടുകാരും വിചാരിക്കരുത്, അങ്ങനെ കണക്കാക്കരുത്. ഒരു അത്ഭുതകരമായ അനുഭവം എനിക്ക് ഈ ഭാഗവതം തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സായാഹ്ന കാലത്ത് ഞാനിത് വെളിപ്പെടുത്തുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനും ഭാഗവതവും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാൻ സമാധിയാകുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട, പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ഞാൻ തന്നെ ഇതിനകത്ത്, എൻ്റെ കഥകളിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഞാൻ തന്നെ ഇതിനകത്ത് ചൈതന്യം കൊടുക്കുന്നെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടാകത്തില്ല. ഞാൻ ചുരുക്കി പറയാം എൻ്റെ അനുഭവം.
ഞാൻ ജനിച്ചത് പുന്നപ്ര എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിലാണ്. പ്രസിദ്ധമായ ഗ്രാമമാണല്ലോ വിപ്ലവത്തിൻ്റെ. അവിടെ എൻ്റെ അമ്മയുടെ അച്ഛൻ കുഞ്ഞുപിള്ളക്കുറുപ്പെന്ന് പറയും, തുരുത്തിക്കാട് കുഞ്ഞുപിള്ളക്കുറുപ്പെന്ന് പറയും. അവിടെ ആ സ്കൂള് പണിതത് ഒക്കെ മുത്തശ്ശൻ ചേർന്നാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ആദ്യത്തെ പെൺകുട്ടിയാണ് ഞാൻ. ആ വാത്സല്യത്തോടുകൂടി ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് ഭാഗവതം അദ്ദേഹം പാരായണം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ലല്ലോ, എൻ്റെ 5 വയസ്സിലുള്ള ഓർമ്മകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതിനുശേഷം മുത്തശ്ശിയും വായിക്കുന്ന കേട്ടിട്ടുണ്ട്. പിന്നീട് ആ ഭാഗത്തെക്കുറിച്ച് ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ 1971 തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. പിന്നീട് ഞാൻ വീണ്ടും എൻ്റെ ജന്മനാട്ടിലേക്ക് സ്ഥലം മാറി വരേണ്ടി വന്നു. ഞാൻ വൈദ്യുതി ബോർഡിലെ ജോലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുന്നപ്ര എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സബ് സ്റ്റേഷനിൽ ഞാൻ വരികയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലേക്ക് വരികയാണ്. ഞാൻ അവിടെ വന്ന് കുടുംബത്തേക്ക് വീണ്ടും താമസിക്കേണ്ടി വന്നു. പക്ഷേ ആ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന എൻ്റെ ആ മുറ്റവും മുല്ലയും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ശീലുകളും ഒക്കെ എനിക്ക് ആ ഓർമ്മകളിൽ ഒന്നുകൂടി ഞാൻ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദുഃഖ സംഭവം ഉണ്ടായി. നമ്മളെല്ലാവരും ഭൗതികമായിട്ടല്ലേ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതേമാതിരി തന്നെ എൻ്റെ കുടുംബത്തിലും കുറച്ച് ആളുകൾ ഭൗതികമായിട്ട് ചിന്തിച്ചു. ഈ വലിയൊരു വീടും ഏക്കർ കണക്കിനുള്ള ഭൂമിയും ഒക്കെ ഇനി അത് കൈവശപ്പെടുത്താനായിട്ടാണോ ഞാൻ വിവാഹം കഴിഞ്ഞ് പോയിട്ടും വീണ്ടും ഇവിടേക്ക് സ്ഥിരതാമസമാക്കാനാണെന്നൊക്കെയുള്ള ആശങ്കയുണ്ടായി. അപ്പോഴെൻ്റെ സ്വന്തം അമ്മ, എൻ്റെ പെറ്റമ്മ തന്നെ പറഞ്ഞു, വാടകയ്ക്ക് മാറുന്നതാണ് നല്ലത്. ഒരുപാട് വീതം വെക്കാത്ത ഒരു കുടുംബം, തറവാട് വലിയ തറവാടാണ്, ഒരുപാട് ഇവിടെയൊക്കെ അഭയം കൊടുത്തിട്ടുള്ള തറവാടാണ്. പക്ഷേ മുത്തശ്ശന് ഗ്രാമത്തിൻ്റെ അധികാരിയായിരുന്നു. ഇതായിരുന്നു മുത്തശ്ശൻ്റെ ചിത്രം. അന്നത്തെ FA എന്ന് പറയുന്ന പരീക്ഷയാണ്, 100 വർഷത്തിനോ അതിന് കൂടുതൽ വർഷം അത് പാസ്സായതാണ്. അന്ന് ഒരു അഡ്വക്കേറ്റിൻ്റെ നിയമങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സമയമാണ്. ഗ്രാമത്തിൻ്റെ അധികാരിയാണ്, സത്യനായ പരമസത്യനായ. അപ്പം അങ്ങനെ സ്വന്തം അമ്മ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതി ഞാൻ തയ്യാറായി. അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുള്ള സമയത്താണ് ഈ വീട്ടിൽ വീണ്ടും 1984 താമസിക്കേണ്ടി വന്നു. പക്ഷേ എൻ്റെ അമ്മയിൽ നിന്ന് തന്നെ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് ഞാൻ ഇറങ്ങി ഒരു കർക്കിടക മാസക്കാലത്താണ്, മഴ പെയ്യുന്ന സമയത്താണ്. അന്ന് ഒരു ഓർമ്മയില്ല എനിക്ക്. ഞാൻ എൻ്റെ വിവാഹത്തിന് വളരെ മുമ്പേ ഈ ഭാഗവതം മുത്തശ്ശി വായിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള, പിന്നെ എനിക്ക് യാതൊരു ഓർമ്മയില്ല. ഞാനങ്ങ് പോയല്ലോ, വിവാഹമായി, കുട്ടികളായി, നഗരത്തിലെ ജീവിതമായി അങ്ങ് പോയി. ഞാനങ്ങനെ വീടൊക്കെ പൂട്ടി താക്കോൽ അമ്മയെ ഏൽപ്പിക്കാം എന്ന് വെച്ച് ഒരു ടാക്സിക്കകത്ത്, അന്നൊക്കെ നമുക്ക് ടാക്സിയാണ്, വണ്ടിയില്ലല്ലോ, മഞ്ഞ പെയിൻ്റ് അടിച്ച ടാക്സിക്കകത്ത് ഞാൻ എൻ്റെ അത്യാവശ്യം ഡ്രസ്സുകളും കുട്ടികളുടെ ഡ്രസ്സുകളും അത്യാവശ്യം ബാഗുകളെല്ലാം എടുത്തു വെച്ച് ഞാൻ പൂട്ടി പടിയിറങ്ങി വീടിൻ്റെ. മഴക്കാലമാണ്. അപ്പോൾ താക്കോല് കൊണ്ട് അമ്മയെ ഏൽപ്പിക്കണം. അമ്മ അവിടെ ഇല്ല, അമ്മ ഇവിടെ ഇന്നത്തെ ഈ ചിങ്ങോലിയിലാണ്, അച്ഛനോടൊപ്പമാണ്. ഞാൻ പടി ഇറങ്ങിക്കഴിഞ്ഞ് കുട്ടികളും ഡ്രൈവർ വണ്ടി വിടാറേ, അപ്പോഴേക്കും ഞാനൊരു കേൾക്കുവാണ്, എന്നെ കൂടി കൊണ്ടുപോകാമോ? ഇവിടെ ആരാ ഇപ്പം എന്നെ കൂടി കൊണ്ടുപോകാൻ? ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, എന്താണിത്? വീണ്ടും ഞാൻ വീട്ടിനകത്തേക്ക് കയറി. നീളത്തിലുള്ള വരാന്ത, പിന്നെ ഒരു ഇടത്തളം, വലിയ ഹാള്, ചെറിയ ചെറിയ മുറികള്, പിന്നെ അറയും പൊരയുമാണ്. എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് തന്നെ പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ട് എന്നൊന്നും അല്ല, എന്നെ കൂടി കൊണ്ടുപോകണം. വീണ്ടും ഞാൻ കയറി എല്ലായിടം നോക്കി. ഒരു അരമണിക്കൂർ നേരം ഞങ്ങൾ കിടന്ന മുറികളെല്ലാം അരിച്ചു വാരി നോക്കി. എന്താണ് അവിടെ എന്താണ്? ഒന്നുമേ ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ വീണ്ടും വീട് പൂട്ടാമെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഉൾമനസ്സിലൊരു വിളി അറയുടെ അടുത്തേക്ക് എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടുവന്നു. നിലവറയും അറയും, നെല്ലിടുന്ന അറ. ഞാൻ അവിടെ ചെന്ന്, ഇരുണ്ട മുറിയാ, ഒരു വെട്ടം പോലും ഇല്ല, പകലാണെങ്കിലും മഴയും. ഞാൻ ആ അറയുടെ വാതുക്ക നിന്ന് ഇങ്ങനെ തപ്പുമ്പോഴേ ആരുപോലും ഇല്ലാത്ത പോലെ ഈ തവിട് കൂട്ടിയിടുന്ന സ്ഥലത്ത്, അതെൻ്റെ ഇളയമ്മ തവിട് കൂട്ടിയിടുന്ന സ്ഥലമാണ്. നെല്ല് കുത്തിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ തവിട് കൂട്ടിയിടുന്നു. ആ തവിടിൽ കിടക്കുന്നു എൻ്റെ ഭഗവാൻ. താളുകളെല്ലാം പോയി. ആദ്യത്തെ താള് ഭാഗവതം, മുത്തശ്ശൻ കൈകാര്യം ചെയ്ത ഭാഗവതമാണ് തന്നെയാണ്, വേറെ അവിടെ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഭാഗവതം ഒന്നും വാങ്ങിക്കത്തില്ല. പിന്നെ ആ മുത്തശ്ശി അത് കൈകാര്യം ചെയ്തെന്നല്ല, അവിടെ ആർക്കും അതിനകത്ത് താല്പര്യം ഇല്ല, അവരാരും കൈകാര്യം ചെയ്തിട്ടുമില്ല. ഏകദേശം 1950, പിന്നെ 1975, എത്രയും കൂട്ടിക്കും. അപ്പം 25 വർഷങ്ങൾക്ക് ശേഷം അത് ആരും കണ്ടിട്ടില്ല. 50 മുത്തശ്ശൻ പോയി, പിന്നെ മുത്തശ്ശി അത് കൈകാര്യം ചെയ്തു. 1975 ശേഷം
അതാരും കണ്ടിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അഴുക്കെല്ലാം ആദ്യത്തെ താളിലൊക്കെ ഇറന്നു പോയി, അഴുക്കെല്ലാം തവിടെല്ലാം കുടഞ്ഞെടുത്ത് പൊടിയും തകടും ചിലന്തി എല്ലാം കുടഞ്ഞെടുത്തിട്ട് ഞാൻ അപ്പോഴേക്ക് എൻ്റെ സാരിക്കകത്തേക്കാണ് പൊതിയുന്നത്. എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ പൊതിയുന്ന പോലെ ഞാൻ ഓർമ്മകളെല്ലാം എനിക്ക് അങ്ങോട്ട് പോന്നിട്ട് ആകെ കൂടി ഞാൻ രോമാഞ്ചപ്പെടുകയാണ്. എൻ്റെ മുത്തശ്ശൻ്റെ മടിയിൽ നിന്ന് ഞാൻ വായിച്ച് കേട്ടിട്ടുള്ളത് ഒന്നും എനിക്ക് അറിയത്തില്ല, പിന്നെ മുത്തശ്ശി വായിച്ചിട്ടുള്ളത് ഇതെല്ലാം ഓർത്ത് ഞാൻ ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ച് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ടാക്സിയിൽ കയറി പോകുന്നത് തിരുവനന്തപുരത്തിന് പോകുന്നു. വാടക വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് തന്നെ മാറ്റം വാങ്ങി അവിടുത്തെ വാടക വീട്ടിലേക്ക്. പക്ഷേ ആ വരവ് എനിക്ക് സാർത്ഥകമായി. എനിക്കൊന്നും അറിയെങ്കിൽ പോലും ഞാൻ ഇതിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ എടുത്ത് ഇങ്ങനെ വായിക്കുന്ന സമയം കിട്ടുമ്പോഴേ, അത് രാവിലെ എന്നില്ല സന്ധ്യ എന്നില്ല, ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഞാനിത് വായിക്കും. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കും എൻ്റെ ഈ വായന. എനിക്ക് ഇതിനകത്തെ കഥയൊന്നും അറിഞ്ഞുകൂടെങ്കിലും ഈ ശബ്ദം നല്ലപോലെ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ശരിക്കും എനിക്ക് കഥ അറിയത്തില്ല, പക്ഷെ എനിക്ക് ഇത് അക്ഷരങ്ങൾ വിഘടിച്ച് വായിക്കാൻ അറിയാം, ഏതോ ഒരു ഇത് കൊണ്ട്. പിന്നെ ഭഗവാനോടുള്ള സ്നേഹവും. അങ്ങനെ ഞാൻ 84 വീണ്ടും ഞാൻ ഈ ചിങ്ങോലി വരേണ്ടി വന്നു. ഒരുപാട് അസ്വാഭാവികമായ ജീവിതാനുഭവങ്ങളും പറയാൻ ഇഷ്ടമില്ലാത്ത ജീവിതാനുഭവങ്ങളും ഉണ്ടായി. വളരെ ബുദ്ധിമുട്ടിൽ, കാരണം വീടില്ല, അഭയമില്ല, ഹസ്ബൻഡിനൊരു രോഗം, ചെറിയ കുഞ്ഞുങ്ങളെ ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വന്നു. ഈ 1984 ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഇവിടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രഭാകര സിദ്ധയോഗി എന്ന് പറയുന്ന മഹർഷിയെ ഞാൻ കണ്ടുമുട്ടുകയാണ് ഇവിടെ വെച്ച കാണുന്ന അച്ഛൻ്റെ നാടാണ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചത് എങ്ങനെയാ ഓടക്കുഴൽക്കാരനെ കയ്യിലാക്കി എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഞാനിനി ഇത്രയും ചെറിയ പ്രായം, എനിക്ക് 10, 30 അത്രയൊക്കെ അല്ലേ ഉള്ളൂ പ്രായം, അല്ല ഞാനില്ലേ 32, ഞാൻ എന്തെങ്കിലും ആരെയെങ്കിലും കൈക്കലാക്കിയോ? ഞാൻ സ്വാമിയോട് ചോദിച്ചു, ഞാൻ ആരെ കൈക്കലാക്കി എന്നാണ് പറയുന്നത്? കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അല്ല, ആ ഓടക്കുഴൽക്കാരൻ കൂടിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഈ ഭാഗവതമാണെന്നുള്ള ഓർമ്മയൊന്നുമില്ല രാജീവേ. അത് ഞാനവിടെ ഭദ്രമായിട്ട് എൻ്റെ സൂട്ട്കേസ് വെച്ചിരിക്കുക, ഞാൻ പിന്നെ അത് ഇങ്ങോട്ട് വെച്ചിരിക്കുക. പിന്നെയാണ് അദ്ദേഹമായിട്ട് എനിക്ക് ആ 84 അവസാനം തന്നെ 85 തന്നെ അദ്ദേഹം എനിക്ക് ഭാഗവതമാണ് ഉപദേശിച്ചു തരുന്നത്. എൻ്റെ നാവിൽ അദ്ദേഹം ഒരു നാരായം പോലെ ഒരു സാധനം വെച്ചിട്ട് എനിക്ക് ഭാഗവതം ഉപദേശിച്ചു തന്നു. പറഞ്ഞു, നീ അയാളുടെ കഥകൾ ഒത്തിരി പറയും, ആളുകൾക്ക് ഈ കഥയൊക്കെ കേട്ട് നല്ല സച്ചിദാനന്ദമായ ഭാവം വരുത്താൻ നിനക്ക് ഈ ഭാവമുണ്ട്, നിനക്ക് എപ്പോഴും ആ ഭാവമുണ്ട്, നീ എപ്പോഴും ചിന്തിക്കുന്ന ആ റൊമാൻറ്റിക്കാണ്, നിന്നെ ഒരു യോഗിയാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷെ സന്യാസമല്ല നിനക്ക്, നീ ഭഗവാന്റെ ആളാണ്, ഞാൻ നിന്നെ കടമെടുക്കുക എൻ്റെ ആശ്രമത്തിലേക്ക്, നീ കഥകളെല്ലാം പറയും, നല്ല എൻ്റെ ഈ ഉപദേശം നീ കഥ പറഞ്ഞാൽ മതി, കാവ്യയും കമണ്ഡലവും രുദ്രാക്ഷവും ഒന്നും വേണ്ട നിനക്ക്, നീ വേദികളിൽ ഹരികഥ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അനുഗ്രഹം തന്ന് അദ്ദേഹം 86 സമാധിയായി. ഒട്ടുമേ ഒന്നുമില്ല, പിന്നെ ഞാൻ ജോലി ചെയ്യുക, അത്രയ്ക്കൊന്നും എനിക്കറിയില്ലല്ലോ. പിന്നെ കാലം കടന്നുപോയി. 98 എനിക്കൊരു വേദി കിട്ടുകയാണ്. എളമണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ ഹരിഹര ചൈതന്യ യജ്ഞാചാര്യനായിട്ടിരുന്നിട്ട് ഹരിഹര ചൈതന്യക്ക് ഒരു പുല വന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് അദ്ദേഹം വിളിച്ചിട്ട് ആരെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഓച്ചിറ ദേവസ്വത്തിൽ നിന്ന് ആദ്യമായിട്ട് എന്നെ യജ്ഞാചാരിയായിട്ട് വിടുകയാണ്. ഞാൻ യജ്ഞാചാരിയായിട്ട് അവിടെ പോയി ആദ്യമായിട്ട് ഞാൻ എളമണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ യജ്ഞം ചെയ്തു. ഈ ഗുരുവിൻ്റെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ട് എനിക്ക് നല്ല പോലെ ജനങ്ങൾക്ക് എന്നെ പ്രിയമാണ്. പ്രിയമെന്ന് മാത്രമല്ല, എന്നോട് അന്ന് ഗുരുനാഥൻ പറഞ്ഞിരുന്നു, ഞാനും തരും കൃഷ്ണനും തരും നിനക്ക്, ഇനി ദാരിദ്ര്യ ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല, നീ എന്തായാലും എല്ലാം ഉപേക്ഷിച്ചല്ലേ, നിനക്ക് ഭൂമിയോടോ സ്വത്തിനോടോ ആഗ്രഹം ഇല്ലാത്തല്ലേ, ഞങ്ങൾ തരാം. അങ്ങനെ എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്ന പോലെയൊന്നുമല്ല, ധാരാളം പൈസ തരിക, എല്ലാവരും ദക്ഷിണ ചോദിച്ച് വാങ്ങുമ്പം ജനങ്ങളും എല്ലാം ഓരോ ദിവസത്തെ കഥകൾ കഴിയുമ്പോഴും എനിക്ക് കൊണ്ടുവന്ന് ദക്ഷിണ തരിക, ഡ്രസ്സ് തരിക, എനിക്ക് തന്നെ അതിശയം. പിന്നെ ഒന്നും കൊണ്ടുവരണമെന്ന് ഞാൻ വേദി പറയണ്ട, എന്നെ അറിഞ്ഞിട്ടുള്ളവർക്കറിയാം. എല്ലാവരും എൻ്റെ കഥ കേട്ട് കഴിയുമ്പം ആ യജ്ഞശാലയിൽ നിറയെ ദ്രവ്യങ്ങളും അരിയും നാളികേരവും എല്ലാം കൊണ്ടുവരും. ഞാൻ ഈ ഭാഗവതം എന്നും തൊട്ട് വന്നിച്ചതിന് ശേഷമേ ഞാൻ വേദികളിലേക്ക് പോകുള്ളൂ. ഈ ഭാഗവതം അപ്പം ആൾക്കാർ എൻ്റെ ഇങ്ങനെ ഉണ്ട് എന്ന് എൻ്റെ കുടുംബത്തിലൊക്കെ അറിഞ്ഞപ്പോഴത്തന്നെയും, പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്നോട് ആൾക്കാർ പറയും, ഇന്ന് ആ ഭാഗവതം നോക്കിയിട്ടൊന്ന് വന്ന് രാവിലെ പറയാം ഒരു അനുഭവം എന്നുവെച്ചാൽ ഒരു കാര്യം. സത്യം പറഞ്ഞാൽ ആദ്യം എൻ്റെ കൂട്ടുകാരെന്നെ ആക്ഷേപിക്കാനാണെന്ന വിചാരം. പക്ഷെ ഞാനിവിടെ വന്ന് വൈകുന്നേരം എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിവർത്ത് നോക്കും എന്താണ് അവിടെ ആ സംഭവം എന്ന്.
എന്നിട്ട് ഞാൻ ചെന്ന് അവരോട് പറയും ഇന്ന ഇന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന്. അപ്പൊ അതൊക്കെ സാർത്ഥകമായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ആ, സത്യമായിട്ടുണ്ട്. എന്റെ ജീവിതം മാറ്റിമറിഞ്ഞില്ലേ? എന്റെ ജീവിതം മാറ്റിമറിഞ്ഞ് എനിക്ക് ഭൂമി ഉണ്ടായി. ഈ വീട് ലക്ഷ്മിപ്രഭ എന്ന് പറഞ്ഞ വീടാണ് ഞാൻ വെക്കുന്നത്. അത് ഭാഗവത യജ്ഞം ചെയ്താണ് അതിനകത്ത് കയറുന്നത്. പക്ഷെ ഒരിക്കലും ഭഗവാനോട് ഞാൻ എന്തെങ്കിലും ചെറിയ ലോപം കാണിച്ചാൽ എനിക്ക് പണി കിട്ടും. വീട്ടുകാർക്കും പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വന്നത് ഈ സംസാരത്തിൽ നിന്നാണ്. ഇന്നും ഇത്രയും ദ്രവിച്ച് ഒരു പേജ് പോലും അതിൻ്റെ ഞാൻ ഈ പട്ടിൽ പൊതിഞ്ഞ് എൻ്റെ അലമാരയിൽ വെക്കും. ആൾക്കാർ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ വിചാരിക്കും എന്ത് സ്വർണം എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ അതിനകത്തുനിന്ന്. കൂടെ ഞാൻ അലമാര തുറന്ന് നോക്കും ഇതവിടെ ഉണ്ടോയെന്ന്. സത്യമാണ് രാജീവേ, എൻ്റെ മരണം വരെ ഞാനത് തൊട്ട് വന്ദിക്കും. കാരണം എന്നെ കുചേലന് ആയിരുന്ന എൻ്റെ അവസ്ഥയിൽ നിന്ന് എൻ്റെ ഭഗവാനാണ് എനിക്ക് 2 വീട്, മകൾക്ക് വീട് വെച്ചു കൊടുത്തു. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം ഇത് ഭാഗവതത്തിന്റെ മണ്ഡപത്തിനാണ്. ഭാഗവതം വെച്ച് സൂക്ഷിക്കുന്ന വേറെ ഭാഗവതം ഉണ്ടല്ലോ, ഭാഗവതം പഠിക്കണം, ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്, ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭാഗവതം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് സത്യവേദമാണ്. ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുള്ളവരെല്ലാം ഐശ്വര്യസമൃദ്ധമായിട്ട്. എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. KCBയുടെ ഉദ്യോഗസ്ഥയായ ഞാൻ, ഒരു വലിയ ജന്മിയുടെ കുഞ്ഞുമോളായ ഞാൻ ആ വീട് കൂട്ടി പോകുമ്പം എനിക്ക് ഒന്നുമേ ചിന്തയില്ല. എനിക്ക് സ്ഥലം അക്വയർ ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് 2-3 പ്ലോട്ട് കിട്ടി. എനിക്ക് എല്ലാം തന്നുകൊണ്ടിരിക്കുക. ഒന്നുമില്ലെങ്കിലും രാജീവേ ഞാൻ സംതൃപ്തയാണ്. എനിക്ക് വലിയ പ്രസിദ്ധിയോ അല്ലെങ്കിൽ അതേപ്പം എൻ്റെ ശരീരത്തിന് എനിക്ക് കിടന്നുറങ്ങുമ്പോൾ മനസ്വസ്ഥതയുണ്ട്. ഞാൻ എപ്പോഴും ഈ ഹരികഥ പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കുന്നു. ഒത്തിരി വേദികൾ കിട്ടിക്കൊണ്ടായിരിക്കുന്നു. 3000 യജ്ഞം ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അശ്വതിരുന്നാളും മാർത്താണ്ഡവർമ്മ തമ്പുരാനും ഒക്കെ വിളിച്ചിട്ട് അവരുടെ ഒരു ആവശ്യത്തിന് ഞാൻ യജ്ഞം ചെയ്തു കൊടുത്തു 2007. പിന്നെ ഞാൻ ശബരിമല ഭാഗവതം ചെയ്തു, ഗുരുവായൂർ ചെയ്തു. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ രാജീവേ? ഞാനിപ്പോഴിത് എന്തുകൊണ്ടാണ് ഇത് പുറത്ത് പറയാൻ തയ്യാറായെന്ന് വെച്ചാൽ ഒരു ചോദ്യം ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ ജീവിത സായാഹ്നമല്ലേ, ഇത്രയും വലിയൊരു സത്യം എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാനത് ഒളിച്ചു വെക്കുന്നില്ല. ജനങ്ങൾ കണ്ടോട്ടെ. കാര്യം എല്ലാവരും ശ്രീകൃഷ്ണ ഭക്തരാണ്. ഞാൻ നോക്കിയപ്പോൾ ഇപ്പൊ കൃഷ്ണഭക്തരാ എല്ലാവരും. പക്ഷെ വിശ്വാസം ഉറയ്ക്കുന്നില്ല. അപ്പൊ അവരുടെ വിശ്വാസം ഉറയ്ക്കണമെങ്കിൽ അവരിവിടെ വന്ന് കണ്ടോട്ടെ. ഞാനിപ്പോ ഈ ആലപ്പുഴ ജില്ലയിലെ ശിവപ്രഭാരസിദ്ധയോഗീശ്വര സിദ്ധാശ്രമം ചിങ്ങോലിയിലാണ്. എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പും പല കാര്യങ്ങൾക്കും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് കാർത്തികപ്പള്ളി ജംഗ്ഷൻ പ്രസിദ്ധമായൊരു ടൗണാണ്. അവിടെയാണ് ഈ ആശ്രമം, ഞാൻ താമസിക്കുന്നതൊക്കെ ഇവിടെയാണ്. ഞാനിത് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് കാണാം. കണ്ടിട്ടിപ്പോ ഇതൊരു എന്താ പറയുന്നത്, ഒരു ആൾ ദൈവം കളിക്കാനോ ഒന്നുമല്ല. ഇത് സത്യമാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിനി ഈ പ്ലാനറ്റ് വിട്ടു പോകാനുള്ള ആരംഭമാണ്. അപ്പോഴും എനിക്ക് ഇത്രയും സന്തോഷമാണ്. നിങ്ങൾക്ക് അത് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് വന്ന് ഒന്ന് നമസ്കരിക്കാം. താളൊന്നും പിച്ചിക്കറി കളയാൻ പറ്റാത്ത വിധത്തിൽ അത്രത്തോളം ആണ്, നൂറ്റാണ്ടുകളുടെ പഴക്കമാണ്. നിങ്ങൾക്ക് കാണിക്കാം, നമ്മുടെ ആളുകൾ കാണട്ടെ, ഈ പുണ്യഗ്രന്ഥം കാണട്ടെ. എല്ലാവരും വാങ്ങിച്ചിട്ട് ഭാഗവതം അടക്കം എവിടെയെങ്കിലും വെച്ചേക്കും, അതിനെ ഉപയോഗിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗവതത്തിലേക്ക് നല്ല അനുഗ്രഹം തരട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ജീവിത സായാഹ്നത്തിലെ രാജീവിനോട് പറഞ്ഞു, രാജീവ് എനിക്കിത് പുറത്ത് കാണിക്കാൻ താല്പര്യം തോന്നുന്നു. എൻ്റെ ഒരു മനസ്സിനകത്തേക്ക് അങ്ങനെ തോന്നി. ഞാനിതെടുത്ത് എന്തായാലും ശരി ജനങ്ങളെ കൂടെ കാണിക്കും. താല്പര്യമുള്ളവർ വന്നോട്ടെ, ദർശിച്ചോട്ടെ, നമസ്കരിച്ചോട്ടെ, പോയിക്കോട്ടെ. പക്ഷെ ഇതൊരു ദിവ്യമായ സംഭവമാണ്. ഇത് നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ ഇത് സൂക്ഷിക്കണം. എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആനന്ദ കണ്ണീര് വരും. കാര്യം എനിക്കിങ്ങനെ ഒരു അനുഭവം ഈ ജന്മത്തെ തന്നല്ലോ. ഈ പാഴ്ജീവിതം എനിക്ക് ഈ ഭഗവാൻ എന്നെ ശ്രേഷ്ഠയാക്കി എടുത്തല്ലോ. ഐശ്വര്യവും തന്നു. എനിക്കൊന്നിനും ഒരു ദാരിദ്ര്യവും ഇല്ല. ആരോടും എൻ്റെ ഈ ജീവിത സായനത്തിൽ കൈനീട്ടേണ്ട സംതൃപ്തിയാണ് ഞാൻ. പിന്നെ അതൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് പകരുന്നത്. നമ്മൾ മരണഭീതിയില്ല. നമ്മൾക്കെല്ലാം തോന്നും എനിക്കിപ്പം മരിച്ചു പോകും, ഞാൻ എവിടെ പോകുന്നത്. ഭഗവാന്റെ ലോകത്ത് എത്തിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഈ കഥ പറയുന്ന കേൾക്കാൻ നിങ്ങൾ വരൂ. ഞാൻ ഭാഗവത കഥ പറഞ്ഞുതരാം. വേറെ ഒന്നും എനിക്ക് നിങ്ങളുടെ എല്ലാ ജീവിത പ്രയാസങ്ങളും മാറ്റി സിദ്ധി തരാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഭഗവാന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഭാഗ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വരും. ഒരു കഥയെങ്കിലും ഒരു ദിവസം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. വന്ന് ഇത് ദിവ്യമായിരിക്കുന്ന ഈ ഒരു ഭാഗവതം ഒരു പക്ഷേ ആദ്യ വിദ്യാരംഭത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് ആയിരിക്കും. അത് കൈകാര്യം ചെയ്ത ആളിന്റെ ശ്രേഷ്ഠതയായിരിക്കും, എൻ്റെ വംശത്തിന്റെ ശ്രേഷ്ഠതയായിരിക്കും, അല്ലെ എൻ്റെ മുത്തശ്ശന്റെ എൻ്റെ കുടുംബത്തിന്റെ ആ കൈപതി. എന്തായാലും ഇത് എന്നെ രക്ഷപ്പെടുത്തി. മറ്റാർക്കും പിന്നെ ആ വീട്ടിൽ ആ ഭാഗവതം കിട്ടിയിട്ടില്ല, എൻ്റെ വംശത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. അത് എൻ്റെ കൂടെ സഞ്ചരിച്ച് ഇപ്പോഴ് 84 ശേഷം ഇപ്പം എത്ര കൊല്ലമായി, അപ്പോഴും ഞാൻ ഒരു കടലാസ് പോലും ലഭിച്ചു പോകാതെ
വലിയ രത്നത്തെക്കാളും വലിയ രത്നമാണ് ഭഗവാനാണ് എനിക്കത്. അത് ഞാനിപ്പം നിങ്ങളോട് പറയണം. നിങ്ങൾക്ക് വരാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഭഗവാന്റെ ഇപ്പം ഞാൻ ഗുരുവായൂർ പോയിട്ട് വന്നേ ഉള്ളൂ. അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയും ഗുരുവായൂരപ്പനും ചേർന്നിട്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ എന്നെ ഒരുക്കലായിരിക്കും. എൻ്റെ ഈ ജീവിത സായാഹ്ന വേളയിൽ ധൈര്യമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ പ്രായത്തിൽ ഈ ചിന്ത വരേണ്ട കാര്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും വരാം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മളുടെ ദാരിദ്ര്യ ദുഃഖങ്ങൾ തീരും. കുചേലനേക്കാ പോലെ തന്നെ ഭഗവത് കഥ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ലക്ഷ്മി ദേവി അടുത്ത് വരത്തുള്ളൂ. എൻ്റെ അനുഭവമാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, ഇത്ര സംതൃപ്തി എന്താ? സാമ്പത്തിക ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതെല്ലാം ഭഗവാൻ മാറ്റി. നിങ്ങളും അതുപോലെ തന്നെ ഒരു മാതൃകയായി കണ്ട് ഇവിടെ എത്തിച്ചേരുക. അതിദിവ്യമായിരിക്കുന്ന ഈ ഒരു മഹാപുണ്യ പുരാണ ഗ്രന്ഥം, നമ്മുടെ ആ ഭഗവാൻ കുടികൊള്ളുന്ന ഗ്രന്ഥത്തെ ഒന്ന് ദർശിച്ചിട്ട് പോകുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല. ഞാനത് ധൈര്യസമേതം പുറത്തെടുത്തിരിക്കുകയാണ്. ഒരു പക്ഷെ എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഇതെടുത്ത്. വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ നിന്റെ കൂടെ പോരട്ടെ, ഞാനും കൂടെ പോരട്ടെ എന്ന് ചോദിച്ചാൽ എന്താണ്, എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നു. എല്ലാം തന്നു. ഇപ്പോഴും എനിക്ക് വാർദ്ധക്യത്തിന്റെ ആ മാനപ്പീടയോ അല്ലെങ്കിൽ ആ വാർദ്ധക്യ സഹജമായ ഒരു വ്യാകുലതയൊന്നും എനിക്കില്ല. ഞാൻ എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വരണം. എല്ലാവർക്കും സുഖം വരട്ടെ, നല്ലത് വരട്ടെ, നന്മ വരട്ടെ. നമസ്തേ. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കലല്ല, അങ്ങനത്തെ ഒരു ചാനലുമല്ല, ഒരാൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ചാനലുമല്ല. ഇതുപോലുള്ള വിശ്വാസികൾക്ക് വിശ്വാസം വരുന്ന ഭഗവാന്റെ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാവുള്ളവർക്ക് തള്ളിക്കളയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.